guys, welcome back to my channel. I'm Harsha Mas. അപ്പോൾ guys നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു CS റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കലാഹാരിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ guys നമ്മൾ ഈ ഒരു കളിയും കൂടി ജയിച്ചാൽ ഡയമണ്ട് 5 അടിക്കുന്നതാണ്. guys ഞാൻ സ്ക്വിഡ് ഗെയിമിൻ്റെ ഇതിന് അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം കൊലാബറേഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് CS കളിക്കണത്. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നെന്ന് തോന്നുന്നു. ഗൈസ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല, മാപ്പൊന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഗൈസ് നിങ്ങൾ കഴിവതും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ കട്ടാന ഉണ്ടായിരുന്നു. പിന്നെ ഒരു G8 എടുത്ത് പോവുകയാണ്. പണ്ട് ഞാൻ USB കൊണ്ടാണ് കളിക്കല, എപ്പോഴും ഞാൻ USB എടുക്കലാണ്. USB എടുത്ത് പോയി കുത്തിപ്പിടിച്ച് കൊല്ലും. പിന്നെ അപ്പോഴത്തേന് നമ്മൾ നല്ല എനിമിനെ അവിടെ സ്പോട്ട് ചെയ്ത് നമ്മൾ വെറുതെ പോയി അടിക്കാൻ നോക്കിയപ്പോഴത്തേന് നമ്മൾ നല്ല ഡാമേജ്. അപ്പോഴത്തേന് ഒരു വലിയും വന്ന് നമ്മളെ വയറ്റിൽ എന്തോ സാധനം വന്നിട്ടുണ്ട്. ഞാൻ പേടിച്ച് വണ്ടി. അപ്പോൾ ഗൈസ് അത് നമ്മളെ ചലന്തി വലയായിരുന്നു. ചലന്തി വല ഇങ്ങനത്തെ ഓരോരോ ക്യാരക്ടർ വന്നുകൊണ്ട് ഗരീനെ ഗെയിം കേടെടുത്താണ്. അപ്പോഴത്തേനും ഒരുത്തി വന്ന് കുത്തിപ്പിടിച്ച് ആദ്യം ഈ ഗാക്കേസും ഗരീനിയും എല്ലാം കൂടി ഗെയിം ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മൾ പെട്ടി നമ്മളെ കൂടെയുള്ള വേറെ ഒരുത്തിനോട് പെട്ടി അയച്ചിട്ടുണ്ട്. നൈസ് ഇനി ഒരേ എനിമി ഉണ്ട്. ഓനതാ ഇതെടുത്ത് പോകുന്നുണ്ട്. നമ്മളെ ഇതുണ്ടല്ലോ ഊക്കോട്ട് പോകുന്നുണ്ട്. കെല്ലിയാണ് എന്തായാലും നമ്മളെ ടീമേറ്റിൻ്റെ G8 ലെജൻഡ് പറഞ്ഞ പ്ലെയറിനോ കുത്തിവിടുന്നത്. നൈസ് നമ്മൾ റാൻഡം ബംഗാളിസിൻ്റെ ഒപ്പം കയറിയില്ലേ. നൈസ് വേറൊരു SYK പറഞ്ഞ ചങ്ങയും കൂടി ഉണ്ട്. ഓനെ M500 വെച്ച് കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട്. 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ റൗണ്ട് ആകെ ഒരു 15 ഡാമ്പ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നല്ലപോലെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും 15 ഡാമ്പ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു ഡെസേർട്ട് എടുക്കാൻ വിചാരിച്ച് പിന്നെ നമ്മൾ മാക്ട് നമ്മളെ ഫേവറേറ്റ് കണ്ട മാക്ടനും പീണേനും ഫേവറേറ്റ് കണ്ട M8 പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന കണ്ണും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ കണ്ണൊക്കെ ഉപയോഗിക്കല്. പിന്നെ മാക്ട് എടുത്ത് കണ്ട് നമ്മൾ മേലെ പോയി കണ്ട് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും നമ്മളപ്പം റാങ്ക് പുഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ UID കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ UID കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് നിങ്ങളെ പേര് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ ഒരു ടൈം പറയാം, ആ ടൈമിൽ വന്നാൽ മതി. പിന്നെ അപ്പോഴത്തേന് നമ്മൾ സ്മോക്കൊക്കെ എടുത്തുകൊണ്ട് മണ്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രോപ്പ് എടുക്കാൻ വേറെ ഡ്രോപ്പ് എടുക്കാൻ നമുക്ക് ആകെയുള്ള ലക്ഷ്യം. പിന്നെ ഇട്ടുകൊണ്ട് കുറച്ച് ഡാം ഇടുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ 2 എനിമിനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തനങ്ങനെ നോക്കിക്കൊണ്ട് അവൻ്റെ തലമണ്ട അടിച്ച് വിളിച്ചാൽ അങ്ങനെ നോക്കിയാൽക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവനെ 50 കൊടുത്താണ്ട് തലമണ്ട അടിച്ച് വിളിച്ചിട്ടുണ്ട്. നമ്മളെ കെല്ലിൻ്റെയും തല പൊട്ടിച്ചിട്ടുണ്ട്, അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. 2 കില്ല് എടുത്തിട്ടുണ്ട്. ഈ ടീമേറ്റാണ് ഫുള്ള് പൊട്ടന്മാരാണ്. റാൻഡം ബംഗാളിസിൻ്റെ ഒപ്പം കൊണ്ട് തന്നെ നമ്മളെ തന്നെ വെറുതെ പേടിക്കുകയാണ്. ഒരു എനിമയായിരുന്നു. അപ്പോഴത്തേന് അവിടെ ഒരു എനിമ വേണ്ടി നമ്മൾ 60 ഡാം എടുത്തിട്ടുണ്ട്. ബട്ട് ഗൈസ് ഓനെ അപ്പോഴത്തേന് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഓനും കൂടി തീർക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ 2 കില്ല് എടുത്തല്ലോ. ഇനി 2 കില്ലും കൂടി നമുക്ക് ഈ കളി എങ്ങനെ ഏസ് എടുക്കാൻ നോക്കാം. ഈ റൗണ്ട് എന്തായാലും പോയേക്കാം. ഗൈസ് ഓൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങനെ ചിലപ്പോൾ ഒളിച്ച് നാടിൻ്റെ വെടിയൊക്കെ നോക്കി കയറാം. ഗൈസ് ഓനും ഓനെ കുത്തിപ്പിടിച്ച് തലമണ്ടാക്കി വിളിച്ചുകൊണ്ട് ഓനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ 3 നോക്ക് എടുത്തിട്ടുണ്ട് ഈ കളി. ഒരു കളിയും കൂടി ഒരു എനിമിയും കൂടി ഉണ്ട്. ഓനും കൂടി എങ്ങനെയും കൊല്ലണം. നമ്മളെ ഏസാണ്. ഈ ബംഗാളിലുകൊണ്ട് തന്നെ കുമ്മണീന് ചിലപ്പം സാധ്യത കൊടുത്തില്ല. നമ്മൾ മാക്ടനോട് കുത്തിപ്പിടിച്ച ഈ തെണ്ടി ബംഗാളി നമ്മളെ കുത്തിപ്പിടിച്ചാണ് നമ്മളെ കില്ല് കുമിച്ചിട്ടുണ്ട്. നമ്മൾ മാക്ടിനെ എടുത്തിട്ടുണ്ട്. പിന്നെ 94ഉം P90 ഉണ്ട്. പിന്നെ മാക്ടിന് അത്ര P90 എത്തൂല എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്ടൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് 94 ഉണ്ട്. ഇനി ഈ എനിമിക്ക് വന്നുകൊണ്ട് എന്താ ടീമപ്പ് ആകണമായി തോന്നുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബറാണ് തോന്നുന്നുണ്ട്. നമ്മുടെ പേര് ഷാൻഷമാസ് എന്നാണ്. നമ്മളെ ചാനലിൻ്റെ പേര് ഷാൻഷമാസ് ആണ്. നമ്മൾ മാക്ടനെ 94ഉം എടുത്ത് നമ്മുടെ അടുത്ത് സൈറ്റുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ 3 കില്ല് എടുത്തിട്ടുണ്ട്. 1152 ഡാമും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ പേര് എൻ്റെ കളിനെ പറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറേ പോസിറ്റീവും ഉണ്ട്, കുറേ നെഗറ്റീവും ഉണ്ട്. ഞാൻ നോർമലായിട്ട് കളിക്കുന്നു. അങ്ങനെ തന്നെ അല്ല അപ്പം നിങ്ങളതാക്കാൻ വേണ്ടി ഞാൻ കളിക്കല്ലേ. ഞാൻ നോർമലായിട്ട് കളിക്കണ പോലെ കളിക്കുന്നു. പിന്നെ എൻ്റെ ഗെയിം രസമല്ല എന്ന് പാടാം. ന്യൂബ 1v1 പാടാം. പിന്നെ പേഴ്സണലി ഞാൻ അങ്ങനെ ആരെയും റൂം അങ്ങനെ കളിക്കലില്ല. യൂട്യൂബേഴ്സിൻ്റെ ലൈവ് കയറി ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് മാസമാണെങ്കിൽ ഇടയ്ക്ക് വേറെ പൊട്ടലും ഉണ്ട്. അങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ലൈവിൽ പെട്ടെന്ന് കയറി കളിക്കലുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ലൈവ് കയറി കളിക്കും. അപ്പോൾ തന്നെ നമ്മൾ MP5 മാക്സ്
അടിച്ചിട്ടുണ്ട്. 2 എനിമി ഉണ്ട് ഇതിൻ്റെ മേലെ. രണ്ടാക്കുന്നുണ്ട് നല്ല ഡാമേജ്. അപ്പോൾ ഒരു കെല്ല് മുന്നേ ഒന്ന് 7 പ്രേമം പിടിച്ചുകൊണ്ടേ ഓളെ കുത്തി പിടിച്ച് നോക്കുന്നുണ്ട്. ഇതിന് ബാക്കിൽ നിന്ന് അടി. അപ്പോഴത്തേന് നമ്മളൊരു മെഡിക്കിറ്റ് അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോഴത്തേനും നമ്മളെ ഗ്ലൂ വാൾ പൊട്ടിച്ചിട്ടുണ്ടാവും ആ പ്ലെയർ. പിന്നെ ഉള്ളിൽ കയറിക്കൊണ്ട് നമ്മളൊരു മെഡ് അടിക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ എനിമി വിചാരിച്ചു നമ്മളെ A94 ഓനെ കുത്തി പിടിക്കുന്നുണ്ട്. ഇതിന് ഗ്ലൂ വാളിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓനെ കുത്തി പിടിച്ച് 36 കാർ എടുത്തു. അപ്പോഴത്തേന് കേസ് നമ്മളെ വലട്ട് വന്ന് ഓനെ കിട്ടിയപ്പോൾ ഓനെയും കുത്തി പിടിച്ചു. അപ്പോൾ കേസ് നമ്മൾ 3 കില്ലെടുത്തിട്ടുണ്ട്. ഇനി കേസ് നമ്മളിപ്പോൾ എത്ര കില്ല് ഷാൻഷ് മാസ് കേസ് 3100 വേണ്ടേ. അങ്ങനെ AWM എടുക്കണമെന്ന് തോന്നണേ. അപ്പോൾ കേസ് നമ്മളെ സൂപ്പർ മെഡ് എടുത്തിട്ടുണ്ട്, ഗ്ലൂ വാളും എടുത്തിട്ടുണ്ട്, നമ്മളെ ലെവൽ 3 നമ്മൾ കേസ്. പിന്നെ നോക്കിയപ്പോൾ ഒരു പാരാഫിൽ എടുത്തിട്ടുണ്ട്, ലോങ് നിരക്കാണ് A94 പിന്നെ നമ്മൾ ഈ സ്കള്ളുമ്പോൾ കൂടെ ഇങ്ങനെ വെറുതെ ഡൈനോസറിൻ്റെ സ്കള്ളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മേലേക്ക് കയറി പോയി. അവിടെ എന്തായാലും എനിമി ഉണ്ടാവും, അവിടെ എനിമി ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമ്മൾ അവിടെ ഒളിച്ചിക്കണോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് എനിമീസ് ഒളിച്ചിക്കണോ, എവിടുന്നാ വരുന്നത് അറിയില്ല. അപ്പോഴത്തേന് ഞാൻ അവിടെ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചാടി അവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോഴത്തേന് എന്നെ ചാടി അടിക്കാൻ നോക്കുമ്പോൾ കയ്യൂല അങ്ങോട്ട് കാണൂല. അപ്പോഴത്തേന് നമ്മൾ അപ്പുറത്ത് തീ ചാടി കണ്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേന് അറിയാതെ അടിക്ക് പോയിട്ടുണ്ട്. ഇനി മെഡ് അടിച്ചിട്ട് പോയാൽ മതി. നമ്മൾ കുറച്ച് മെഡ് അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ മെഡൊക്കെ അടിച്ചുകൊണ്ട് എവിടെ എനിമി അറിയാനേ നമ്മൾ കവർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ മേലെയാണ് എനിമി, ഒരു എനിമി എന്തായാലും മേലെ ഉണ്ട്. ഇവിടെ നിന്ന് വെടിവെക്കുന്ന ശബ്ദം കണ്ടി മേലെ വിചാരിച്ചപ്പോഴത്തേന് അവിടെ ഒരു എനിമി നോക്കായിട്ടുണ്ട്. ഇനി ഓനെ വിളിച്ചിട്ടുണ്ടേനി. ഇതിൻ്റെ ഉള്ളിൽ എനിമി ഉണ്ടായിനി, ഓനെ ഞാൻ കുത്തിപ്പിടിച്ചു. അവനാണ് വലൻ്റെ ആള് സ്പൈഡർമാൻ വരെ. അപ്പോൾ ഇവിടെ ഒരു വുഡ്പക്കറുണ്ട്, ആ വുഡ്പക്കർ എന്തായാലും എടുത്തിട്ടുണ്ട്. ഈ 1v2 സിറ്റുവേഷൻ ഓല് 2 ആളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വെടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അടിയൊന്നും കൊള്ളുന്നില്ല. ഞങ്ങളിങ്ങനെ വെറുതെ കവർ ഇട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് എന്തോ ഒന്ന് ചാടുന്നുണ്ട്. ഒരു കെല്ലാണ് വിചാരിച്ചപ്പോഴത്തേന് ഞാൻ പോയി കണ്ടോ അവളെ കുത്തി പിടിച്ച് ചാടി ഇടാം. അപ്പോഴത്തേന് നമ്മൾ ഡബിൾ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ലോങ്ങൊന്നും അടിയിട്ട് അപ്പോഴത്തേന് നമ്മൾ മെഡ് അടിക്കാൻ വിചാരിച്ചു. മെഡ് അടിക്കാൻ നോക്കിയായിരുന്നു. നമ്മളിത് 4 മെഡിക്കിട്ടുണ്ട്, ഒരു മെഡ് അടിക്കാൻ വിചാരിച്ചു. നമ്മൾ ആദ്യം ക്യാബ് ഇട്ട് വിചാരിച്ച് നമ്മളൊരു മെഡ് അടിച്ചപ്പോൾ 3 കൂടാന്നാണ് സ്കോർ. ഇതിന് ജോൺ വരുന്നുണ്ട്. നമ്മൾ വേഗം പോയപ്പോഴത്തേന് അവിടെ ഒരു വല നമ്മൾ വേഗം അവനെ കുത്തി പിടിച്ചുകൊണ്ട് ആ കളി കൊണ്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗൈസ് നമ്മൾ ഡയമണ്ട് 5 അടിച്ചെന്നാണ് എൻ്റെ തോന്നൽ. നമ്മൾ MVP ആയിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് 5 അടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.